ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഫ്രൈ സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോളിഫ്ലവർ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രാണികളും ചെറിയ പുഴുവൊക്കെ കാണും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാതെ ഇടയിലൊക്കെ കാണും കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതിൽ കണ്ടില്ലേ, ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേലെ ചെറിയ കറുപ്പ് പാടുകളൊക്കെ കാണുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് ചെത്തി മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളമല്ല, ഒന്ന് നന്നായിട്ട് ചൂടാക്കിയ വെള്ളം. അതിലൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രാണികളോ ചെറിയ പുഴുകളോ ഒക്കെ പോകാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോളിഫ്ലവർ നമ്മൾ നുറുക്കി വെച്ചതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇതിൽ കടന്നോട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ പ്രാണികളോ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ മേലേക്ക് വന്നോളും. അതൊക്കെ ആ ചൂടുവെള്ളത്തിൽ കടന്നിട്ട് അതൊക്കെ ഒന്ന് ചത്ത് പോയിക്കോളും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ ചെറിയ ഒരു ഉറുമ്പുകൾ കാണുന്നുണ്ട് കേട്ടോ, കറുത്ത ഉറുമ്പുകൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ ഇടുമ്പോൾ കഴുകി എടുക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ 4-5 വട്ടം ഒന്ന് കഴുകണം. അപ്പോൾ ഇതിൽ ചെറിയ ഒരു ഉറുമ്പിൻ്റെ ഒരു പൊടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ 4-5 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള മസാല ഉണ്ടല്ലോ, അതെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ മസാല ഉള്ളത് വെച്ചാൽ അതെടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, അത് കുറച്ച് മതി. ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇത്, ഈ ഒരു ചില്ലി ചിക്കൻ്റെ മസാല കേട്ടോ. ചിക്കനൊക്കെ പൊരിക്കുമ്പോഴാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് കിട്ടും. അധികം എണ്ണ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു നുള്ള ഇട്ടിട്ടുള്ളൂ, ഞാൻ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴുകുന്ന സമയത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതിയാവും. ഈ മസാലയിൽ തന്നെ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് നമ്മൾ സാധാരണ ഇടുന്ന പോലെ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് ഇതിലൊന്ന് തിരുമ്പി വെക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം, എല്ലാവിടെയും ആവുന്ന രീതിയിൽ. അപ്പോൾ എത്ര നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കണം കേട്ടോ ഈ കോളിഫ്ലവർ. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റോ 1/4 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചായിട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര നൈസായിട്ട് അരിയുന്നോ അത്രയും പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ആ തണ്ടിന് ഒത്തിരി ബലമുള്ളതുകൊണ്ട് തന്നെ വളരെ നൈസായിട്ട് നമ്മൾ അരിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്നായിട്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും നല്ലൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഫ്രൈയിന്. ടേസ്റ്റിനും ഒരു കുറവുണ്ടായിരുന്നില്ല, കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ഫ്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ്. അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് സൈഡ് ഡിഷൊക്കെ ആയിട്ട് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.